മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. കഴിഞ്ഞ ഭാഗത്ത് പരശുരാമന്റെ കഥയാണ് പറഞ്ഞത്. സ്വന്തം മാതാവിനെ വധിച്ച മകൻ, തൻ്റെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച മകൻ, ആ മകന് ആഗ്രഹിച്ചതെല്ലാം നിറവേറാനുള്ള വരം ജമദഗ്നി മഹർഷി നൽകി. അങ്ങനെയിരിക്കെ ഒരു നാൾ ജമദഗ്നി മഹർഷിയുടെ പുത്രന്മാരെല്ലാം ദൂരെ എങ്ങോ പോയിരിക്കുകയാണ്. ആ സമയത്ത് കാർത്തവീര്യാർജുനൻ അവിടെ 1000 കൈകളുള്ള കാർത്തവീര്യാർജുനൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന കാർത്തവീര്യാർജുനനെ രേണുക മുനിപത്നി സ്വീകരിച്ചു. യുദ്ധഭ്രാന്ത് മൂത്ത രാജാവാണ് കാർത്തവീര്യാർജുനൻ. രേണുകയുടെ സ്വീകരണമെന്നും സ്വീകരിക്കാനുള്ള മനസ്സ് കാർത്തവീര്യാർജുനനെ ഇല്ല. ആശ്രമത്തിലെ മുഴുവൻ സസ്യലതാദികളെയും വെട്ടി നശിപ്പിച്ചുകൊണ്ട് കാർത്തവീര്യാർജുനൻ അവിടെ ബഹളമുണ്ടാക്കി. ഹോമധേനുവായ പശുവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. ഇതെല്ലാം ജമദഗ്നി മഹർഷി വിഷമത്തോടെ കണ്ടുനിന്നു. കാർത്തവീര്യാർജുനനെ നേരിടാനുള്ള ശക്തി ജമദഗ്നി മഹർഷിക്ക് ലഭിച്ചില്ല. 1000 കൈകളാണ് രാജാവിന്. പരശുരാമൻ അവിടേക്ക് വന്ന ഉടനെ തന്നെ ജമദഗ്നി മഹർഷി ആശ്രമത്തിൽ നടന്ന കോലാഹലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അച്ഛൻ്റെ ആശ്രമത്തിലെത്തി അമ്മയെയും അപമാനിച്ച് ഹോമധേനുവിനെയും പിടിച്ചുകൊണ്ടുപോയ കാർത്തവീര്യാർജുനന്റെ കഥ കഴിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു. ഉടനെ തന്നെ പരശുരാമൻ കാർത്തവീര്യാർജുനന്റെ 1000 കൈകളും അറുത്തു തള്ളി. വില്ലുമേന്തിക്കൊണ്ടാണ് പരശുരാമൻ പോരിനു ഇറങ്ങിയത്. അതോടുകൂടി കാർത്തവീര്യാർജുനന്റെ കഥ കഴിയുകയും കാലഗതി പോവുകയും ചെയ്തു. കാർത്തവീര്യാർജുനനെ വധിച്ചതിൽ മനം നൊന്ത് രാജകുമാരന്മാർ ഉടനെ തന്നെ ആശ്രമത്തിൽ എത്തുകയും പരശുരാമൻ പുറത്തേക്ക് പോയ തക്കം നോക്കി ജമദഗ്നി മഹർഷിയെ വധിക്കുകയും ചെയ്തു. ജമദഗ്നി മഹർഷി മരിക്കുമ്പോൾ രാമ രാമ എന്ന് ഉറക്കെ വിളിച്ചു. വിഷ്ണുവിന്റെ അംശമായ പരശുരാമൻ തിരിച്ചു വന്നു നോക്കുമ്പോൾ തൻ്റെ പിതാവിത വധിക്കപ്പെട്ടിരിക്കുന്നു. അതീവ സങ്കടമായി. ഉടനെ തന്നെ പരശുരാമൻ ശപഥം ചെയ്തു, ഒരൊറ്റ ക്ഷത്രിയനും ബാക്കി വരാതെ ക്ഷത്രിയ വംശത്തെ ഞാൻ അരിഞ്ഞു തള്ളുമെന്ന്. കുരുക്ഷേത്ര ഭൂമിയിലെ തടാകങ്ങളെ സമന്ത പഞ്ചകമെന്ന് വിളിക്കുന്നു. ഈ സമന്ത പഞ്ചകങ്ങളെല്ലാം തന്നെ ക്ഷത്രിയുടെ രക്തത്താൽ പരശുരാമൻ നിറച്ചു. 21 തവണ ക്ഷത്രിയ വംശത്തെ ഇല്ലാതാക്കുകയും അരിഞ്ഞു തള്ളുകയും രക്തം സമന്ത പഞ്ചകത്തിൽ കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത് ക്രോധത്തെ അടക്കി. കാർത്തവീര്യാർജുനന്റെ സർവപുത്രന്മാരെയും പരശുരാമൻ വധിച്ചു. അവരുടെ രക്തം ഒഴുക്കുകയും തടാകത്തിൽ കൊണ്ടുപോയി ഒഴുക്കുകയും ചെയ്തു. അവരുടെ പക്ഷം പിടിച്ച മറ്റു ക്ഷത്രിയന്മാരെ എല്ലാം കൊന്നു തള്ളുകയും ചെയ്തു. തുടർന്ന് ഋജീക മഹർഷി അവിടെ എത്തുകയും പരശുരാമനോട് മാപ്പപേക്ഷിക്കുകയും ക്ഷത്രിയ വംശനാശം വന്നില്ലാതായാൽ കുഴപ്പമാണെന്നും ഇവിടെ ഇത് അവസാനിപ്പിക്കണമെന്നും അപേക്ഷിച്ചു. അതേ തുടർന്ന് പരശുരാമൻ ക്ഷത്രിയരെ വധിക്കുന്ന പരിപാടി നിർത്തിവെച്ചു. തുടർന്ന് തപസ്സിനായി മഹേന്ദ്രഗിരിയിലേക്ക് പോയി. അങ്ങനെ വൈശമ്പായന മഹർഷി ജനമേജയ രാജാവിനോട് കഥ പറയുന്നത് തുടരുകയാണ്. മഹാഭാരത കഥ പറയുന്നത് തുടരുകയാണ്. അങ്ങനെ പരശുരാമനെ കുറിച്ച് അറിഞ്ഞ പാണ്ഡവർക്ക് പിറ്റേ ദിവസം തന്നെ പരശുരാമൻ ദർശനം നൽകുകയാണ് ഉണ്ടായത്. തുടർന്ന് പാണ്ഡവർ ദക്ഷിണദിക്കിലേക്ക് പോയി പരശുരാമനെ ദർശിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്ത ശേഷം ദക്ഷിണദിക്കിലേക്ക് പാണ്ഡവർ പോയി. തുടർന്നുള്ള പാണ്ഡവരുടെ യാദവരുമായുള്ള കൂടിക്കാഴ്ചയും ചവന കഥയുമായി അടുത്ത ഭാഗത്ത് കാണാം. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ.